2020 തന്നെ ചോദിച്ച ഐടിയുടെ മറ്റൊരു പ്രാക്ടിക്കൽ ക്വസ്റ്റ്യൻസ് നമുക്ക് പരിചയപ്പെടാം. ചുവടെ തന്നിരിക്കുന്ന മാതൃകയിൽ ഒരു സ്റ്റിക്കർ ഇങ്ക്സ്കേപ്പ് സോഫ്റ്റ്വെയറിൽ തയ്യാറാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അത് ഹോമിലെ ഇമേജസ് 10 ഫോൾഡറിലുള്ള lk_logo.png എന്ന ചിത്രം സ്റ്റിക്കറിൽ ഉൾപ്പെടുത്താനും പറഞ്ഞിട്ടുണ്ട്. ഈ ഫയൽ ഹോമിലെ exam10 ഫോൾഡറിൽ നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ ചോദ്യ നമ്പർ ഫയൽ നാമമായി നൽകി PNG ഫോർമാറ്റിൽ എക്സ്പോർട്ട് ചെയ്യാനും പറഞ്ഞിട്ടുണ്ട്. ഈ പ്രവർത്തനം എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് നമുക്ക് നോക്കാം. അതിനുവേണ്ടി ഇങ്ക്സ്കേപ്പ് ഓപ്പൺ ചെയ്യുക. ആപ്ലിക്കേഷൻസ്, ഗ്രാഫിക്സ്, ഇങ്ക്സ്കേപ്പ് വെക്ടർ ഗ്രാഫിക്സ് എഡിറ്റർ എന്നീ ക്രമത്തിൽ ക്ലിക്ക് ചെയ്യുക. ഇതിൻ്റെ പേജ് ബോർഡറിനകത്ത് തന്നെ സ്റ്റിക്കർ ചെയ്യുന്നതിന് വേണ്ടി നമുക്ക് ടൂൾ ബോക്സിൽ നിന്ന് ക്രിയേറ്റ് സർക്കിൾസ് ക്ലിക്ക് ചെയ്യുക. ആവശ്യമായ വലുപ്പത്തിൽ ഇവിടെ ഡ്രാഗ് ചെയ്ത് വരച്ചു കൊടുക്കുക. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഒബ്ജക്റ്റിലാണ് ഫില്ലും സ്ട്രോക്കും. ഇത് ഫില്ല്, നടുക്കുള്ളത് ഫില്ലും, ഈ സൈഡ് പരിധിയിലുള്ളത് സ്ട്രോക്കുമാണ്. ഇത് രണ്ടും നമുക്ക് എങ്ങനെയാണ് ദൃശ്യമാകുന്നതും അദൃശ്യമാകുന്നതെന്ന് നോക്കാം. ആദ്യം ഒബ്ജക്റ്റിലെ ഫിൽ ആൻഡ് സ്ട്രോക്കിൽ ക്ലിക്ക് ചെയ്യുക. ഒബ്ജക്റ്റിലാണ് ഫിൽ ആൻഡ് സ്ട്രോക്ക്. അതിൽ സെലക്ഷൻ ടൂളിൽ ക്ലിക്ക് ചെയ്ത് ആദ്യം നമുക്ക് ഫില്ലിൽ ക്ലിക്ക് ചെയ്യാം. ശ്രദ്ധിക്കുക, ക്ലിക്ക് ചെയ്തോ. ഇതിൽ ഫില്ലിലാണ് നമ്മളിപ്പോൾ ക്ലിക്ക് ചെയ്തിട്ടുള്ളത്, ഫില്ലാണ് സെലക്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇവിടെ ഫില്ലാണ്, ഇവിടെ കാണുന്ന ഫില്ലിൽ ക്ലിക്ക് ചെയ്ത് നമുക്ക് അതിൻ്റെ കളർ മാറ്റാം. ഫിൽ കളർ മാറ്റണമെങ്കിൽ ഇവിടെ നോ പെയിൻറ്റിൽ ക്ലിക്ക് ചെയ്യുക. ഫിൽ കളർ കളയാൻ ഫിൽ കളറിൽ ക്ലിക്ക് ചെയ്ത് നോ പെയിൻറ്റിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇതിൻ്റെ അകത്തുള്ള ഫിൽ കളറ് അദൃശ്യമായതായി കാണാം. ഇതേപോലെ നമുക്ക് സ്ട്രോക്കും കളയാം. ഇതാണ് സ്ട്രോക്ക് അല്ലേ, വൃത്തപരിധിയിലുള്ള ഭാഗം സ്ട്രോക്ക്. ഈ സ്ട്രോക്ക് കളയാൻ വേണ്ടി സ്ട്രോക്ക് പെയിൻറ്റിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ ഇതിൽ ക്ലിക്ക് ചെയ്യുക, സ്ട്രോക്ക് പെയിൻറ്റിൽ ക്ലിക്ക് ചെയ്ത് നോ പെയിൻറ്റിൽ ക്ലിക്ക് ചെയ്താൽ സ്ട്രോക്കും അദൃശ്യമായതായി കാണാൻ സാധിക്കും. സ്ട്രോക്കും പോയി, ഫില്ലും പോയി. ഇനി ഇത് രണ്ടും ദൃശ്യമാകുന്നതിന് വേണ്ടി എന്ത് ചെയ്യുക? ഫില്ലിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഇവിടെ ഫ്ലാറ്റ് കളറിൽ ക്ലിക്ക് ചെയ്യുക. ഫ്ലാറ്റ് കളർ ക്ലിക്ക് ചെയ്യുക. അതേപോലെ ഇതിൽ സ്ട്രോക്ക് ദൃശ്യമാകുന്നതിന് വേണ്ടി സ്ട്രോക്കിൽ ക്ലിക്ക് ചെയ്യാം. ഇവിടെ ഫ്ലാറ്റ് കളറിൽ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ രണ്ടും ദൃശ്യമായി. ഇനി നമുക്കിവിടെ ഫില്ല് പരിചയപ്പെട്ടു, സ്ട്രോക്ക് പെയിൻറ് പരിചയപ്പെട്ടു. ഇനി സ്ട്രോക്ക് സ്റ്റൈൽ ഉണ്ടല്ലേ, സ്ട്രോക്ക് സ്റ്റൈലിൽ ക്ലിക്ക് ചെയ്ത് നമുക്കിതിൻ്റെ വിഡ്ത്ത് ആവശ്യാനുസരണം കൂട്ടാം. അതേപോലെ തന്നെ കുറക്കുകയും ചെയ്യും. ഈ ചോദ്യത്തിൽ പറഞ്ഞിട്ടുള്ളത് സ്ട്രോക്കിൻ്റെ കളർ മാറ്റി കൊടുക്കുക, ഫിൽ കളർ മാറ്റി കൊടുക്കുക. ആവശ്യമായ കളറിൽ മാറ്റി കൊടുക്കുക. ഫിൽ കളറ് ലൈറ്റ് കളറാണ്. അതുപോലെ തന്നെ സ്ട്രോക്ക് ഫിൽ കളർ മാറ്റി. സ്ട്രോക്ക് മാറ്റണമെങ്കിൽ സ്ട്രോക്ക് പെയിൻറ്റിൽ ക്ലിക്ക് ചെയ്യണം. അതിനുശേഷം സ്ട്രോക്ക് മാറ്റി കൊടുക്കാം. ഇനി കൺട്രോളും ഷിഫ്റ്റ് കീ പ്രസ് ചെയ്ത് ഈ വൃത്തത്തിൻ്റെ വലിപ്പം കൂട്ടി കൊടുക്കാവുന്നതാണ്. ആവശ്യമായ വലിപ്പത്തിൽ ക്രമീകരിക്കുക. അതിനുശേഷം ഇനി ഇതിലേക്ക് ഹോമിലെ ഇമേജസ് 10 ഫോൾഡറിലുള്ള lk_logo.png എന്ന ചിത്രം സ്റ്റിക്കറിൽ ഉൾപ്പെടുത്താൻ പറഞ്ഞിട്ടുണ്ട്. അതിന് നമുക്ക് ഇമ്പോർട്ട് ചെയ്യേണ്ടതുണ്ട്. അതുകൊണ്ട് ഫയൽ മെനുവിൽ ക്ലിക്ക് ചെയ്ത് ഇമ്പോർട്ടിൽ ക്ലിക്ക് ചെയ്യുക. ഫയൽ ഇമ്പോർട്ടിൽ ക്ലിക്ക് ചെയ്ത്
lk_logo.png എന്ന ചിത്രമാണ് ഉൾപ്പെടുത്തേണ്ടത്. അതുകൊണ്ട് അവിടെ ഇമേജ് 10 അതുള്ളത്. ഇമേജ് 10 ക്ലിക്ക് ചെയ്ത് lk_logo.png എന്ന ചിത്രം ഡബിൾ ക്ലിക്ക് ചെയ്ത് ഓപ്പൺ ചെയ്യുക. അപ്പോൾ ഇവിടെ എംബഡ് എന്നതായിരിക്കണം ആക്റ്റീവ് ആയിരിക്കുന്നത്. ഓക്കെ ക്ലിക്ക് ചെയ്യുക. നമ്മുടെ ലോഗോ ഇവിടെ വന്നിട്ടുണ്ട്. കൺട്രോളും ഷിഫ്റ്റ് കീ അമർത്തി അതിനെ ചെറുതാക്കി സ്റ്റിക്കറിൽ വയ്ക്കുക. പിന്നീട് ലിറ്റിൽ കൈറ്റ്സ് എന്ന് ടൈപ്പ് ചെയ്യേണ്ടതുണ്ട്. ലിറ്റിൽ കൈറ്റ്സ് എന്ന് ടൈപ്പ് ചെയ്യുന്നതിന് വേണ്ടി ഇവിടെ ടൂൾ ബോക്സിൽ നിന്ന് ടെക്സ്റ്റ് ടൂള് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം എഴുതി കൊടുക്കുക. ഇവിടെ എൽ എന്ന അക്ഷരം ക്യാപിറ്റൽ, കെ എന്ന അക്ഷരം ക്യാപിറ്റൽ. ക്യാപ്സ് ലോക്ക് ഓൺ ആക്കിയതിന് ശേഷം എല്ല് വീണ്ടും ക്യാപ്സ് ലോക്ക് ഓഫാക്കി ലിറ്റിൽ കൈറ്റ്സ് എന്ന് ടൈപ്പ് ചെയ്ത് ഫോണ്ട് ബോൾഡാക്കി കൊടുക്കുക. അതിനുശേഷം അതിൻ്റെ കളറ് മാറ്റി കൊടുക്കുക. പിന്നീട് അതിൻ്റെ വലുപ്പം കൂട്ടി കൊടുക്കുക. അതിനുശേഷം അതിനെ ഡ്രാഗ് ചെയ്ത് യഥാസ്ഥാനത്തേക്ക് ക്രമീകരിക്കുക. ഇനി എന്താ പറഞ്ഞിട്ടുള്ളത്? എസ് വി ജി ഫയലിൽ സേവ് ചെയ്യേണ്ടതില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. എക്സ്പോർട്ട് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. ഈ ഫയൽ ഹോമിലെ exam10 ഫോൾഡറിൽ നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ ചോദ്യ നമ്പർ ഫയൽ നാമമായി നൽകി PNG ഫോർമാറ്റിൽ എക്സ്പോർട്ട് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഫയൽ എക്സ്പോർട്ട് PNG ഇമേജിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ പേജ് മുഴുവനായി ഇവിടെ 4 ഓപ്ഷൻസ് ഉണ്ട്. പേജ്, ഡ്രോയിങ്, സെലക്ഷൻ, കസ്റ്റം. ഇവിടെ പേജ് മുഴുവനായി സെലക്ട് ചെയ്യുന്നതിന് പേജിൽ ക്ലിക്ക് ചെയ്യുക. ഡ്രോയിങ് ക്ലിക്ക് ചെയ്യുന്നത് ഇവിടെ ക്യാൻവാസിനകത്തുള്ളത് മാത്രം, ക്യാൻവാസ് അടക്കമുള്ളത് ഭാഗങ്ങൾ മാത്രം സേവ് ചെയ്യാൻ. സെലക്ട് ചെയ്ത ഭാഗങ്ങൾ മാത്രം. ഇവിടെയാണ് സെലക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ സെലക്ട് ചെയ്ത ഭാഗങ്ങൾ മാത്രം സേവ് ചെയ്യാൻ. കസ്റ്റം ക്ലിക്ക് ചെയ്താൽ ആവശ്യമായ വിഡ്ത്തും ഹൈറ്റും പിക്സലെല്ലാം കൊടുത്ത് സേവ് ചെയ്യാനാണ് ഈ ഓപ്ഷൻസ്. നമ്മൾ സെലക്ഷൻ ക്ലിക്ക് ചെയ്യുന്നു. അതിനുശേഷം എക്സ്പോർട്ട് ആസ് ക്ലിക്ക് ചെയ്യുന്നു. exam10 സേവ് ചെയ്യേണ്ടത്. അതുകൊണ്ട് exam10 ഡബിൾ ക്ലിക്ക് ചെയ്ത് ഓപ്പൺ ചെയ്യുന്നു. അതിനുശേഷം ഇവിടെ ക്വസ്റ്റ്യൻ നമ്പർ അണ്ടർസ്കോർ ചോദ്യ നമ്പറും 01 അണ്ടർസ്കോർ ക്വസ്റ്റ്യൻ നമ്പർ 2 ആണെങ്കിൽ 2 കൊടുക്കുക. അതിനുശേഷം താഴെ സേവിൽ ക്ലിക്ക് ചെയ്യുക. പിന്നെ ഇവിടെ എക്സ്പോർട്ടിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ എക്സ്പോർട്ട് ആയതായി കാണാൻ സാധിക്കും. എക്സ്പോർട്ടായ ഫയൽ കാണണമെങ്കിൽ ഇത് ക്ലോസ് ചെയ്ത് പ്ലേസസ് ഹോം exam10 ഇവിടെ സേവ് ചെയ്തതായി എക്സ്പോർട്ട് ആയതായി കാണാൻ സാധിക്കും. PNG ഇമേജിൽ എക്സ്പോർട്ട് ചെയ്തതായി കാണാൻ സാധിക്കും.